പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം എന്ന വചന സന്ദേശം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകുവാൻ കർത്താവിന് ഇടയാകട്ടെ. ഡിസംബർ മാസം 31-ാം തീയതി ഈ 2025 അവസാന ദിവസത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ദൈവം അബ്രാഹാമിനോട് ചെയ്ത വാഗ്ദത്തം യേശു ക്രിസ്തുവിലൂടെ പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് ദൈവം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നമുക്കായിട്ട് പകർന്നു തന്നില്ലേ? യേശു കാൽവരി ക്രൂശിൽ മരിച്ചു. ആ മരിച്ച കാര്യത്തെക്കുറിച്ച് ബൈബിള് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വചനം ഇങ്ങനെ പറയുന്നുണ്ട്: മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. നമ്മളെ എന്ത് ചെയ്തു? ദൈവം പാപത്തിലും ലോകത്തിലും ബന്ധനത്തിലും കഴിയുന്ന നമ്മളെ വിലക്കി വാങ്ങി. ആരെ വിലക്കി വാങ്ങി? എന്നെ. നമ്മൾ ഹൃദയം കൊണ്ട് പറയണേ, എന്നെ വിലക്കി വാങ്ങി. എന്നിട്ടോ അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കണം. ഈ വാഗ്ദത്ത വിഷയം എന്താണെന്ന് അറിയണ്ടേ? വിശ്വാസത്താൽ പ്രാപിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, യേശു മരിച്ചു, ഉയർത്തു. എന്നിട്ട് യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പറയുകയാണ്, എൻ്റെ പിതാവിന്റെ വാഗ്ദത്തം ഞാൻ നിങ്ങളുടെ മേലേക്ക് പകരും. നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുതെന്ന് കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ യേശു ഈ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി അവരെ കൊണ്ട് ദൈവം കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ഇടവന്നെങ്കിൽ ഇന്ന് ഈ 31-ാം തീയതി നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. 2026 നമ്മൾ കടന്നു പോകാനിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ദൈവകൃപയുടെ അഭിഷേകം നമ്മൾ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ആത്മാവ് നമ്മുടെ മേലേക്കാണ് വരുന്നത്. ഈ വാഗ്ദത്തം നമ്മൾ പ്രാപിച്ചെങ്കിൽ അത് നമുക്ക് മാത്രമല്ല, നമുക്കും നമ്മുടെ മക്കൾക്കും ദൂരത്തായിരിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വാഗ്ദത്തം നമ്മുടെ മേലേക്ക് പകർന്നത്. അത് അങ്ങനെ പറയാൻ കാരണമുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വചനഭാഗത്ത് അവിടുന്ന് പത്രോസിന്റെ പ്രസംഗത്തിന്റെ ഒരു വലിയ അനുഭവം അവിടെ വെളിപ്പെടുത്തുവാൻ പത്രോസ് ഇടയാക്കുന്നുണ്ട്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലയോ എന്ന് പറയുന്നു. ആർക്കായി വാഗ്ദത്തം? നിങ്ങൾക്കും, കേട്ടോ, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിന് ഈ വാഗ്ദത്തം പ്രാപിക്കണ്ടേ? ദൈവം തന്നതാ. വിശ്വാസത്താൽ പ്രാപിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൂരത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സമീപത്തായിരിക്കുന്നവർക്ക് വേണ്ടിയും ഈ വാഗ്ദത്തം ദൈവം പകരാൻ വേണ്ടിയാണ്. നമ്മൾ ഇതിനു വേണ്ടി കാത്തിരുന്നാലോ നമുക്ക് കിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകരുത്. അത് താൽക്കാലികമാണ്. നിത്യമായത് ദൈവം തന്റെ വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുക. എൻ്റെ വചനം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇന്ന് ഈ വചനം കേൾക്കാൻ ഇടവന്നെങ്കിൽ നിനക്കൊരു നിത്യത ദൈവം പ്രദാനം ചെയ്യുക. നീ കർത്താവിനോട് കൂടെ പോകാൻ ഈ വാഗ്ദത്തം പ്രാപിച്ചുകൊണ്ട് പോകണം. മറ്റൊന്നും നമ്മൾ പ്രാപിച്ചിട്ട് കാര്യമില്ല, മറ്റൊന്നും കണ്ടതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയം ഒന്ന് തുറന്ന് ഈ 31-ാം തീയതി, ഈ ഡിസംബർ മാസത്തിന്റെ അവസാനം ഇതാ കർത്താവ് നമ്മുടെ അടുക്കൽ വരികയാണ്.
നാളെ അടുത്ത വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ചിലത് നമുക്ക് മനസ്സിൽ തീരുമാനമെടുക്കാം. ഈ തീരുമാനങ്ങൾ എന്തിനാ എടുക്കുന്നതെന്ന് അറിയാമോ? ഇന്ന് 31 എടുത്ത തീരുമാനം എല്ലാ ദിവസവും നമ്മൾ അത് ആവർത്തിക്കണം. എങ്കിൽ മാത്രമേ ആ തീരുമാനത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകാതിരിക്കുകയുള്ളൂ. കർത്താവേ, ഈ ഒരു നല്ല ദിവസം തന്നെങ്കിൽ അടുത്ത പുതുവർഷത്തിലേക്കാണ് പോകുന്നത്. പുതുവർഷത്തിന്റെ പുലരി ഞങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനു മുമ്പ് മുന്നോടിയായിട്ട് നിന്റെ അഭിഷേകം പ്രാപിച്ചു വേണം മുന്നോട്ട് പോകാൻ. അതിനുള്ള കൃപ, അതിനുള്ള ശക്തി, അതിനുള്ള അഭിഷേകം, അതിനുള്ള എല്ലാം ഞങ്ങൾക്ക് തരണം. ഞങ്ങളെ വെട്ടിയൊരുക്കണം. ഒന്ന് ശോധന ചെയ്യുവാൻ, ഞങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ, ഞങ്ങൾ ഹൃദയത്തിൽ ഒന്ന് വിശ്വസിച്ച് ജീവിക്കാൻ. കർത്താവേ, നിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകർന്നു തരട്ടെ. നിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ നിറയട്ടെ. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.